ആഘോഷിക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2018 പ്രളയവും അത് കഴിഞ്ഞ് കോവിഡും ഒക്കെ വന്ന് വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ പിണറായി സർക്കാർ കയറി വരുന്നത്. ആ സമയം തുടങ്ങി നമുക്ക് ഈ കഴിഞ്ഞ 4 വർഷമായി ഈ സംസ്ഥാനത്തിന് എന്തിൻ്റെ കുറവാണ് ഉണ്ടായത് മലയാളത്തിൽ ചോദിച്ചാൽ ഒന്നിൻ്റെയും കുറവുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? 1,00,000 കോടി രൂപയുടെ അടിസ്ഥാന വികസനമാണ്. നിങ്ങൾ റോഡുകൾ നോക്കിക്കോളൂ, പാലങ്ങൾ നോക്കിക്കോളൂ, സ്കൂളുകൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് അംഗനവാടികൾ നോക്കിക്കോളൂ. നിങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വികസനങ്ങളും കൊണ്ടുവരാൻ കിഫ്ബി മുഖാന്തരം കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 1,00,000 കോടി രൂപയൊന്നും ഇതിന് മുൻപുള്ള സർക്കാരുകൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? എവിടുന്നാണ്? എല്ലാ കാലത്തും ചോദിച്ചുകൊണ്ട് ചോദിക്കുന്നത് എവിടുന്നാണ് ഫണ്ട്, എവിടുന്നാണ് ഫണ്ട്? ഫണ്ടില്ല. പക്ഷേ ഈ ഫണ്ട് എങ്ങനെയാണ് 1,00,000 കോടി കിഫ്ബിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത്? 1,00,000 കോടി അടിസ്ഥാനപരമായി വികസനം. ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വികസനമാണ്. അടിത്തട്ടിൽ നിന്ന് വികസനം വരണം. അതുകൊണ്ടാണ് നമുക്ക് നോക്കിയോളൂ, മലയോര ഹൈവേകൾ എങ്ങനെയാണ് വന്നത്, ഗ്രാമീണ റോഡുകൾ എങ്ങനെയാണ് നന്നായത്, ഇതെല്ലാം നന്നായത് എന്ന് പറയുന്നത് ഈ അടിസ്ഥാന വികസനം കൊണ്ടാണ്. നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, ടൂറിസം കേന്ദ്രങ്ങളെല്ലാം വികസിച്ചില്ലേ? വലിയ രീതിയിൽ ടൂറിസം വരുമാനം വന്നില്ലേ? ഹോട്ടലുകൾ വന്നില്ലേ? റിസോർട്ടുകൾ വന്നില്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റായി കേരളം മാറിയില്ലേ? ഈ രീതിയിൽ ടൂറിസത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്.